മക്കളെ പൊന്നുപോലെ വളർത്തുന്ന എത്ര അച്ഛനമ്മമാർക്ക് ഈ അമ്മയുടെ പൊട്ടിക്കരച്ചിൽ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടപ്പോൾ നെഞ്ചു പൊടിയുന്നുണ്ട്. ഞാൻ ഈ വിഷയം സംസാരിക്കുമ്പോൾ വളരെയേറെ വിഷമത്തിലാണെങ്കിലും ഇന്ന് അതിനുപരി പ്രതിഷേധത്തിലുമാണ് ഞാൻ ഈ വിഷയം സംസാരിക്കുന്നത്. നമ്മളെല്ലാവരും അറിഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഇന്നലെ കേരളത്തിൽ ഒരു പൊന്നുമോനെ പാമ്പ് കടിയേറ്റ് മരണപ്പെട്ട വാർത്ത തന്നെ. നമ്മുടെ കേരളത്തിലെ ആരോഗ്യ വകുപ്പിന്റെ വീഴ്ചയുടെ കാരണം അത് മരണപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല, കൊലപാതകം എന്ന് തന്നെ പറയേണ്ട വരും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, നമ്മളൊരു പാമ്പ് കടിയേറ്റാൽ ആദ്യം എടുത്തുകൊണ്ട് ഓടുന്നത് ഗവൺമെന്റ് ആശുപത്രി തന്നെയാണ്. അവിടെ ചെല്ലുമ്പോഴോ മതിയായ ചികിത്സ കിട്ടാൻ മരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം കൊണ്ട് കാത്തു സൂക്ഷിച്ചെടുക്കേണ്ട ജീവൻ ഒരു മണിക്കൂറോളം ആശുപത്രി വരാന്തകളിൽ കയറി ഇറങ്ങി ആ ജീവൻ നഷ്ടപ്പെടുന്നത് തന്നെയാണ് കാണുന്നത്. സമ്പൂർണ്ണ കേരളം, നമ്പർ 1 കേരളം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ ഒരു പാമ്പ് കടിയേറ്റ് ഒരു മനുഷ്യനെ അവിടെ കൊണ്ടുവന്ന് അവന്റെ ജീവൻ നിലനിർത്താനുള്ള ആന്റിബയോൺ അവിടെ ഇല്ലെങ്കിൽ പിന്നെ ആരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? എവിടെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? എന്തിനാണ് നമ്മുടെ ഗവൺമെന്റ് ആശുപത്രി? സാധാരണപ്പെട്ടവൻ ഓടിക്കേറുന്ന ആ ഗവൺമെന്റ് ആശുപത്രിയിൽ അവനിക്ക് വേണ്ടത്ര ചികിത്സ കിട്ടിയില്ലെങ്കിൽ, അവന്റെ ജീവൻ നിലനിർത്താൻ പറ്റിയില്ലെങ്കിൽ പൊളിച്ചു കളയണം ഗവൺമെന്റ് ആശുപത്രി എന്നുള്ള കെട്ടിടങ്ങൾ. പിന്നെ ആർക്ക് വേണ്ടിയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ? എന്തെങ്കിലും സംഭവിച്ച് ഇല്ലെങ്കിൽ മരണപ്പെട്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് റിപ്പോർട്ട് തേടുന്നതല്ല അതിന്റെ ഒരു മര്യാദ. നമ്മുടെ സാധാരണപ്പെട്ട മനുഷ്യന്മാർക്ക് ആ ഗവൺമെന്റ് ആശുപത്രിയിൽ വന്നാൽ അവന്റെ ജീവൻ നിലനിർത്താൻ ഇല്ലെങ്കിൽ അവനിക്ക് വേണ്ടത്ര ചികിത്സ കിട്ടുന്നുണ്ടോ എന്നാണ് ആദ്യത്തെ മുൻഗണന എന്നുള്ള രീതിയിൽ തിരക്കേറിയേണ്ടത്. അല്ലാതെ മരണപ്പെട്ടെന്ന് കഴിയുമ്പോൾ പെട്ടെന്നൊരു റിപ്പോർട്ട് തേടുന്നതല്ല വേണ്ട. എവിടുന്നാണ് ഇവർക്കുള്ള ശമ്പളം കൊടുക്കുന്നത്? ഇല്ലെങ്കിൽ എവിടുന്നാണ് സാധാരണപ്പെട്ട മനുഷ്യന്റെ നികുതി പണം എടുത്താണ് ഇവരെയൊക്കെ ശമ്പളം കൊടുത്ത് ഗവൺമെന്റ് ആശുപത്രിയിൽ ഇരുത്തിയിരിക്കുന്നത്? അവർക്ക് ഈ സാധാരണപ്പെട്ട മനുഷ്യൻ വരുമ്പോൾ അവർക്ക് വേണ്ടത്ര ചികിത്സ കൊടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ പൊളിച്ച് കളയന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി. നിങ്ങൾ ഈ ഗവൺമെന്റ് ആശുപത്രി എന്ന് പറയുന്ന മുതലുകൾ ഇനിയും ഇവിടെ ഈ ജീവൻ നഷ്ടപ്പെടാൻ വേണ്ടി ഈ ഗവൺമെന്റ് ആശുപത്രി നമ്പർ 1 ചികിത്സ എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുന്നതിൽ നല്ല ഭംഗിയ കാര്യമാണ്. ഇത് പൊളിച്ച് കളയുന്നത് തന്നെയാണ്.